പഞ്ചാബിൻ്റെ ചണ്ഡീഗഡിൽ യുവരാജ് സിംഗിൻ്റെ വീട്ടിലേക്കും പിന്നീട് മഹാരാഷ്ട്രയിലെ ശ്രീറാംപൂരിൽ സഹീർ ഖാൻ്റെ വീട്ടിലേക്കുമുള്ള ഒറ്റയടിക്ക് 2 യാത്രകൾ. കുറ്റാക്കൂരിട്ട് ഇത്രയും ആൾപ്പൊക്കം, ഒരു 6 അടി 8 അടി പൊക്കത്തിൽ 2 സൈഡിലും കരിമ്പിങ്ങനെ വളർന്നു നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു റോഡ്, ഈ റോട്ടിലൂടെ ഓട്ടോറിക്ഷ. അവിടെയാണ് ഈ ജാർഖണ്ഡ് ബോർഡറിലാണ് ഏറ്റവും കൂടുതൽ നക്സൽ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലം. അവിടെ നിന്നൊക്കെ മടങ്ങി വരുന്നത് പാതിരാത്രിയാണ്. മലയാളികൾ കൂടുതലുള്ള എല്ലാ സ്ഥലത്തും സ്റ്റേഷനിൽ വൻ വരവേൽപ്പാണ്. സന്തോഷ് ട്രോഫിയുമായി പോകുന്ന ടീമിന് വരവേൽപ്പ്. അത് ഫുൾ പൂവാണ്. കാരണം ഓരോ സ്ഥലത്തും ഇങ്ങനെ പുഷ്പം, പൂക്കൾ ഇടുന്നു, മാലയിടുന്നു, പൂവിടുന്നു, ഫുൾ പൂ മൂടി കിടക്കുകയാണ് ആ ഒരു കമ്പാർട്ട്മെന്റ് മുഴുവൻ. കാട്ടിന്ന് നേരെ ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മാതൃഭൂമിയിലായിരുന്നു ഏറെക്കാലം. 94 മുതൽ മാതൃഭൂമിയിലായിരുന്നു 2015 വരെ. അതിൽ ട്രെയിനി ആയിട്ട് മാതൃഭൂമി സ്പോർട്സ് മാസികയിൽ സേവനം തുടങ്ങുന്നത് 99-ലാണ്. അപ്പോൾ 2000-ൽ അന്ന് ഞങ്ങളുടെ മാഗസിനിൽ താരകുടുംബങ്ങൾ സ്നേഹകുടീരങ്ങൾ എന്ന് പറയുന്ന ഒരു സീരീസ് ആരംഭിക്കുന്നു, പരമ്പര. അതിനു വേണ്ടിയിട്ടുള്ള യാത്രയാണ് ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ സംസ്ഥാനത്തിന് പുറത്തേക്ക് നടത്തുന്ന, കേരളത്തിന് വെളിയിലേക്ക് നടത്തുന്ന ആദ്യത്തെ യാത്ര. ശരിക്കും പറഞ്ഞാൽ ഈ യാത്രയാണ്. അതൊരു കളി റിപ്പോർട്ട് ചെയ്യാനായിരുന്നില്ല, കളിക്കാരുടെ വീട്ടിൽ പോയി അവരുടെ വീട്ടുവിശേഷങ്ങൾ കണ്ട് നേരിട്ടറിഞ്ഞ് എഴുതാൻ വേണ്ടിയിട്ടുള്ള യാത്രയായിരുന്നു. നമുക്കെല്ലാവർക്കും സുപരിചിതരായ, പ്രത്യേകിച്ച് ക്രിക്കറ്റ് പ്രേമികൾക്ക്, സ്പോർട്സ് പ്രേമികൾക്കൊക്കെ സുപരിചിതരായ 2 പ്രമുഖ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുടെ വീട്ടിലേക്കായിരുന്നു അന്നത്തെ യാത്ര. അത് ചണ്ഡീഗഡിൽ, പഞ്ചാബിൻ്റെ ചണ്ഡീഗഡിൽ യുവരാജ് സിംഗിൻ്റെ വീട്ടിലേക്കും പിന്നീട് മഹാരാഷ്ട്രയിലെ ശ്രീറാംപൂരിൽ സഹീർ ഖാൻ്റെ വീട്ടിലേക്കുമുള്ള ഒറ്റയടിക്ക് 2 യാത്രകൾ. അന്ന് ആലോചിച്ച് നോക്കുക, ട്രെയിനിയാണ്, സ്ലീപ്പർ ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലാണ് ഈ യാത്ര. പ്രീ ബുക്കിംഗ് എന്ന് പറയുന്നൊരു സംവിധാനമോ സങ്കല്പമോ ഇല്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് ഇറങ്ങുന്നു, അവിടെ ലഭ്യമായൊരു വാഹനം എടുക്കുന്നു, ഏതെങ്കിലും ലഭ്യമായ ഹോട്ടൽ തേടുന്നു, അവിടെ ലഭ്യമായ മുറികളിൽ താമസിക്കുന്നു. ഇന്നതൊന്നും അല്ലല്ലോ സ്ഥിതി. ആ യാത്ര ഞാൻ ഇന്നലെ കഴിഞ്ഞ പോലെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഡൽഹി വരെ ട്രെയിനിൽ യാത്ര, അതിനുശേഷം ഡൽഹിയിൽ നിന്ന് ഹരിയാന ട്രാൻസ്പോർട്ട് ബസ്സിൽ ചണ്ഡീഗഡിലേക്കുള്ള യാത്ര. ആ യാത്രയിൽ ഉടനീളം ഞാൻ കേട്ട പാട്ട് പോലും അന്ന് അലൈപ്പായുധേ സിനിമയിലെ പാട്ട് കേട്ട് ഈ വാക്മാനിൽ കേട്ട് അത് തന്നെ ഹൃദിസ്ഥമായി. ആ യാത്ര എന്നെ ഓർക്കുന്നത് ആ പാട്ടിനെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ്. അങ്ങനെ ചണ്ഡീഗഡിൽ ചെല്ലുന്നു, അവിടെ മുറിയെടുത്ത് താമസിക്കുന്നു. പിറ്റേ ദിവസം യുവരാജിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്നു. ലഭ്യമായ ഒരു ഓട്ടോക്കാരൻ, സൈക്കിൾ റിക്ഷക്കാരൻ, ഇവരോടൊക്കെ പറയുന്നു. കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ അങ്ങനെ തപ്പിപ്പിടിച്ച് യുവരാജിൻ്റെ വീട്ടിൽ ചെല്ലുന്നു. അന്ന് യുവരാജ് സിംഗ് വീട്ടിലില്ല. പക്ഷേ വീട് സെക്ടർ 4-ൽ പഞ്ച്കുള, ചണ്ഡീഗഡിലെ പഞ്ച്കുളയിലുള്ള സെക്ടർ 4-ലാണ് യുവരാജിൻ്റെ വീട്. പുറത്തുനിന്ന് കാണുന്നു. യുവരാജിൻ്റെ അച്ഛനില്ല, യുവരാജ് വീട്ടിലില്ല. യുവരാജിൻ്റെ അച്ഛൻ യോഗരാജ് സിംഗ്, അദ്ദേഹവും ഇല്ല. അതുകൊണ്ട് വീടിൻ്റെ വിശേഷം യുവരാജിൻ്റെ സുഹൃത്തുക്കളെ, അച്ഛനെ കാണാൻ പറ്റിയില്ല. പക്ഷേ യുവരാജ് പഠിച്ച കോളേജ് DAV പബ്ലിക് സ്കൂൾ, അവിടെയൊക്കെ കളിച്ചിരുന്ന സ്ഥലങ്ങൾ, മൈതാനങ്ങൾ, ടാങ്ക് എന്ന് പറയുന്നൊരു മൈതാനം സ്ഥിരമായി പ്രാക്ടീസ് ചെയ്തിരുന്നത്, അവിടെയൊക്കെ പോകുന്നു. ഒരുമിച്ച് കളിച്ചിരുന്ന ആളുകൾ, കോച്ച്, അധ്യാപകർ, ഇവരെയൊക്കെ കാണുന്നു. യുവരാജിൻ്റെ അമ്മ ഷബ്നം, അവർ വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ആ വീട്ടിൽ പോയി യുവരാജിൻ്റെ അമ്മയെ കാണാൻ പറ്റുന്നു. അവർ നമ്മളെ സ്വീകരിച്ചിരുത്തുന്നു, ഒരുപാട് കഥകൾ പറയുന്നു, ഒരുപാട് നമുക്ക് ഡീറ്റെയിൽസ് തരുന്നു, മെറ്റീരിയൽസ് തരുന്നു, ഫോട്ടോ എടുക്കുന്നു, ഭക്ഷണം തരുന്നു. അതെല്ലാം ഒരു മെമ്മറബിൾ സംഗതി. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മഹാരാജ്, ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ യുവരാജ് എന്ന് പറഞ്ഞിട്ട് ആ സാധനം സ്പോർട്സ് മാസികയിൽ ആ പീസ് സ്റ്റോറി ഞാൻ എഴുതിയത് ഞാൻ ഇന്നും ഓർക്കുന്നു. അതാണ് ആദ്യത്തെ യാത്ര. പിന്നീട് അവിടെ നിന്ന് നമ്മൾ പോകുന്നത് മഹാരാഷ്ട്രയിലേക്കാണ്. അത് ഇതിനേക്കാൾ മനോഹരമായ യാത്രയാണ്. ഡൽഹിയിൽ നിന്നും കർണാടക എക്സ്പ്രസ്സിൽ കയറുന്നു. കർണാടക എക്സ്പ്രസ് മഹാരാഷ്ട്രയിലൂടെയാണ് ഇങ്ങനെ സഞ്ചരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. ആ മഹാരാഷ്ട്രയിൽ കയറി നമ്മൾ നാസിക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് അഹമ്മദ് നഗർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ. ഈ അഹമ്മദ് നഗറിൽ ഞങ്ങൾ വന്ന് ഇറങ്ങുന്നത് ഒരു പാതിരാത്രിക്കാണ്, ഒരു 12 മണി 12:30 പാതിരാത്രിക്കാണ്. ആ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷൻ മാസ്റ്ററും കുറച്ച് ആളുകളും മാത്രമേ ഉള്ളൂ. ആ ട്രെയിനിൻ്റെ ആ വെളിച്ചം, അവസാന ബോഗിയുടെ ആ ഇൻഡു ചിഹ്നവും ഗുണന ചിഹ്നവും ആ ചുവന്ന വെളിച്ചത്തിൽ ഇങ്ങനെ അകന്നകന്ന് പോകുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വലിയ പെട്ടിയൊക്കെ ഇട്ട്, അപ്പോൾ ഞാൻ ആ യാത്രയിൽ എന്നെ ഒപ്പമുള്ള ഫോട്ടോഗ്രാഫർ SL ആനന്ദാണെങ്കിൽ ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് 2 ദിവസം മുന്നെയാണ് മാതൃഭൂമിയിൽ ട്രെയിനിയായിട്ട് ജോയിൻ ചെയ്യുന്നത്. ഇന്ന് അദ്ദേഹം എനിക്ക് തോന്നുന്നു വലിയ ട്രാവൽ ഫോട്ടോഗ്രാഫറാണ്, വലിയ ഫാഷൻ ഫോട്ടോഗ്രാഫറാണ്. വിദേശത്തൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ. ആ ആനന്ദിൻ്റെ ഔദ്യോഗിക ജീവിതവും ആദ്യം തുടങ്ങുന്നത് ഈ യാത്രയിലാണ്. ഞങ്ങൾ 2 പേരും ആണ്. അപ്പോൾ അതും ഇതിൽ ചേർത്ത് പറയണം, SL ആനന്ദ്. അപ്പോൾ ആനന്ദും ഞാനും ഈ വലിയ ബാഗ് പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്.
പിന്നെ സ്റ്റേഷൻ മാസ്റ്റർ സഹായിച്ച് ഞങ്ങൾക്കൊരു ഓട്ടോറിക്ഷ സംഘടിപ്പിച്ച് തരികയാണ്. അപ്പോൾ ഒരു പെട്ടി ഓട്ടോറിക്ഷയാണ്. ആ പെട്ടി ഓട്ടോറിക്ഷയുടെ ബാക്കിലാണ് ഞങ്ങളിങ്ങനെ ഇരിക്കുന്നത്, രണ്ട് സൈഡിലും ചാരി ഇരിക്കുകയാണ് കുറ്റാക്കൂരി ഇരുട്ടിലൂടെ. അപ്പോൾ ഈ അഹമ്മദ് നഗർ എന്ന് പറയുന്ന ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് ആ ജില്ലയുടെ പേര് അഹല്യ നഗർ എന്നാക്കി മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ ഈ കരിമ്പ് കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ ഈ അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് ഒരു 66 കിലോമീറ്റർ ദൂരമുണ്ട് സഹീർ ഖാൻ്റെ വില്ലേജായ ശ്രീറാംപൂരിലേക്ക്. ഈ പാതിരാത്രി 12:30-1 മണി സമയത്ത് പച്ചപ്പാതിരാത്രി ഒരു പെട്ടി ഓട്ടോയുടെ ബാക്കിലിരുന്ന് ബാഗും ഇങ്ങനെ പിടിച്ചുള്ള യാത്രയുടെ വിഷ്വൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കുറ്റാക്കൂരി ഇരുട്ട്, ഇത്രയും ആൾപ്പൊക്കം, ഒരു 6 അടി 8 അടി പൊക്കത്തിൽ രണ്ട് സൈഡിലും കരിമ്പിങ്ങനെ വളർന്നു നിൽക്കുകയാണ്. കണ്ണത്തോ ദൂരത്തോളം കരിമ്പ് പാടങ്ങളും കരിമ്പ് തോട്ടമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു റോഡ്, ഈ റോട്ടിലൂടെ ഓട്ടോറിക്ഷ, രാത്രി വഴി അറിയില്ല, അല്ലെങ്കിൽ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നറിയില്ല. സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇനി ഇയാൾ ഇങ്ങോട്ടാണ് തന്നെ പോകണമെന്ന് നമുക്കറിയില്ലല്ലോ. പേടി, അതൊക്കെ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ജീവിതത്തിൽ കായിക മാധ്യമ പത്രപ്രവർത്തകൻ എന്ന നിലയിൽ നടത്തിയിട്ടുള്ള ആദ്യത്തെ യാത്ര തന്നെയാണ് ജീവിതത്തിലെ നമുക്ക് ജീവിത പാഠങ്ങൾ പഠിപ്പിച്ചു തരാൻ ഉതകുന്ന ഏറ്റവും വലിയ യാത്രകൾ അത് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുന്നു. അവിടെ ഒരു സ്ഥലത്ത് ശ്രീറാംപൂർ വളരെ ചെറിയ പട്ടണമാണ്. അവിടെ ഒരു റൂം തരപ്പെടുന്നു, താമസിക്കുന്നു. പിറ്റേ ദിവസം ഈ സഹീർ ഖാൻ്റെ വീട്ടിൽ പോകണ്ടേ, അതിനാരെങ്കിലും സഹായം വേണ്ടേ? അവിടുത്തെ ലോക്കൽ MLA ഒരാൾ കൊണ്ടേ പരിചയപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ ആണ് ഈ വീട്ടിലേക്ക് പോകാൻ പറ്റുന്നത്. സഹീർ ഖാൻ്റെ അച്ഛൻ ഭക്തിയാർ ഖാൻ എന്നാണ് സഹീർ ഖാൻ്റെ ഫാദറിൻ്റെ പേര്. സഹീർ ഖാൻ്റെ ബ്രദർ മദർ ഇവരൊക്കെ നേരിട്ട് കണ്ടു. വീട്ടിൽ പോയി ഒരുപാട് നേരം. ഒരു ചെറിയ വീട്, സഹീർ ഖാൻ പഠിച്ച സാധാരണ സ്കൂള്, കളിച്ച ഗ്രൗണ്ട്, കളിച്ച നെറ്റ്സ്, അതൊക്കെ പോകുന്നു. അതവിടെ നിന്ന് ഒരു സ്റ്റോറിക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നത് ഈ ലോക്കൽ നാട്ടുകാരും പിന്നെ സഹീർ ഖാൻ്റെ ഫാമിലി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാദർ ഭക്തിയാർ ഖാനൊക്കെ ചേർന്നിട്ടാണ്. അപ്പോൾ ഈ രണ്ട് താരങ്ങൾ അവർ പിൽക്കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഏറ്റവും താരമൂല്യമുള്ള 2 ആളുകളായി മാറി എന്നുള്ളതും കൂടെ നമ്മൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് നമ്മൾ വായിക്കണം, യുവരാജും സഹീർ ഖാനും. സോ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ആസ് എ സ്പോർട്സ് ജേർണലിസ്റ്റ് ആദ്യമായി ഞാൻ നടത്തിയ യാത്രയും ഈ യുവരാജിൻ്റെയും സഹീറിൻ്റെയും വീട്ടിലേക്ക് നടത്തിയ യാത്രയും ഈ പരിപാടിയിൽ ഞാൻ പങ്കുവെക്കുന്നത് ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ജേർണി ആസ് എ സ്പോർട്സ് റിപ്പോർട്ടർ. സ്ലോവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13 ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. കായിക മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഏതാണ്ട് 22 വർഷക്കാലത്തോളം സ്പോർട്സ് ജേർണലിസ്റ്റ് എന്ന നിലയിലാണ്. അതായിരുന്നു മേൽവിലാസം, അതാണ് മേൽവിലാസം, ഇപ്പോഴും അത് തന്നെയാണ് മേൽവിലാസം. പക്ഷേ ഇതിനിടയിൽ ഇതല്ലാതെ വഴിമാറി ട്രാക്ക് മാറി സഞ്ചരിച്ചിട്ടുള്ള കുറച്ച് സന്ദർഭങ്ങളുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് രാഷ്ട്രീയ റിപ്പോർട്ടിംഗ്. പൊളിറ്റിക്സും ഞാനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ബന്ധമുണ്ട് എന്ന് ഞാൻ പറയും, എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും. പക്ഷേ എന്നെ അറിയുന്ന എത്ര പേർക്ക് ഇത് കാര്യമായിട്ട് അറിയാമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം ഏതാണ്ട് 1.5 മാസക്കാലത്തോളം ബീഹാർ എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നിൻ്റെ ഏരിയ വൈസ് ബീഹാർ സെക്കൻഡായിരുന്നു, പോപ്പുലേഷൻ വൈസ് ബീഹാർ സെക്കൻഡാണ്. ആ വലിയ സംസ്ഥാനത്തിൻ്റെ 40 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് ബീഹാറിൽ. ആ ബീഹാർ സംസ്ഥാനത്തെ എൻ്റെ പത്രത്തിൻ്റെ റിപ്പോർട്ടർ എന്ന നിലയിൽ സ്പെഷ്യൽ ഡ്യൂട്ടിയുമായി ഇലക്ഷൻ റിപ്പോർട്ടിംഗ് ഡ്യൂട്ടിയുമായി ഏതാണ്ട് 1.5 മാസക്കാലത്തോളം 2004 മാർച്ച് ഏപ്രിൽ മാസം ചെലവിട്ടതും ഈ പറയുന്നത് പോലെ പത്രപ്രവർത്തന ജീവിതകാലത്തെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത യാത്രാ അനുഭവങ്ങളിൽ ചേർത്ത് വെക്കാം നമുക്ക്. അതെന്താണെന്ന് പറഞ്ഞാൽ 2004 ബീഹാർ ഞാൻ പറഞ്ഞു, ഏതാണ്ട് ബീഹാറിൻ്റെ എൻ്റെ വലിപ്പം ഞാൻ പറഞ്ഞു. വടക്ക് നിന്ന് തെക്കോട്ട് 350 കിലോമീറ്ററും കിഴക്ക് പടിഞ്ഞാറ് 480 കിലോമീറ്ററുമാണ് ബീഹാറിൻ്റെ വലിപ്പം. എല്ലാ ദിവസവും രാവിലെ ഒരു 7 മണി 8 മണിക്ക് ടാക്സി പുറപ്പെടുകയാണ്. ഒരു ദിവസം ചുരുങ്ങിയത് 300, 320, 330 കിലോമീറ്ററൊക്കെയാണ് ടാക്സി സഞ്ചരിക്കുന്നതെന്ന് ആലോചിച്ച് ഡെയിലി ഒരു മണ്ഡലത്തിൽ നിന്നും വേറൊരു അറ്റത്തേക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ സിവാൻ എന്ന് പറയുന്നത് ബീഹാറിൻ്റെ UP അതിർത്തിയിലുള്ള പശ്ചിമ ബീഹാർ, പടിഞ്ഞാറേ ബീഹാറിലെ മണ്ഡലമാണ്. അവിടെ നിന്ന് നേരെ കിഴക്കൻ ബീഹാറിലെ പൂർണിയയിലേക്ക് പോകണമെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു 350 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഇതൊരു ജീവിതത്തിൽ പിന്നീട് ഇത്രമേൽ കാഴ്ചകൾ കണ്ട് ഇത്രമേൽ കാര്യങ്ങൾ അറിഞ്ഞ്, അതുമാത്രമല്ല ഒരു രാഷ്ട്രീയ റിപ്പോർട്ടിംഗ് ആവശ്യത്തിന് വേണ്ടി
അതിൻ്റെ ഒരു ആദ്യമായിട്ട് അവസരം കിട്ടുന്ന ഒരാളുടെ ഒരു റിപ്പോർട്ടറുടെ ആവേശത്തോടു കൂടി അതൊക്കെ ചെയ്യാൻ കഴിഞ്ഞ ആ സമയം, ആ കാലം ഞാൻ ഇപ്പോഴും ഇന്നലെ കഴിഞ്ഞ പോലെ ഓർക്കുകയാണ്. അന്ന് ആ യാത്രകളിൽ ഉടനീളം ആനന്ദ ബസാർ പത്രികയുടെയും ഇന്ത്യൻ എക്സ്പ്രസിൻ്റെയും പാർട്ട്ണർ റിപ്പോർട്ടർമാരായ 2 ആളുകളാണ്. അവിടെ ചെന്ന് ഞാൻ സുഹൃത്തുക്കളായി, ഞാൻ കണ്ടുപിടിച്ച് അവരെ സുഹൃത്തുക്കളാക്കി അവരോടൊപ്പമാണ് യാത്ര. അപ്പോൾ ഇങ്ങനെ ഓരോ യാത്രകളിലും ഇപ്പോൾ ഔദ്യോഗിക ജോലി കഴിഞ്ഞാൽ പിന്നെ ലോക്കൽ കാഴ്ചകളും ബീഹാറിൻ്റെ ഭൂമിശാസ്ത്രം, ഈ ബീഹാറിലെ നദികൾ, ഇപ്പം ഗംഗയുണ്ട്, കോസിയുണ്ട്, അങ്ങനെ ഒരു വഴി. കോസി എന്ന് പറഞ്ഞ നദി ബീഹാറിലെ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്ക നാശം ഉണ്ടാക്കുന്ന നദിയാണ് ബീഹാറിലെ കോസി നദി. അപ്പോൾ ഈ കോസി നദിയുടെ കുറുകെയുള്ള പാലം എന്നൊക്കെ പറയുന്നത് 1.5 പാലമാണ്. ഒരു കരയിൽ നിന്നാൽ മറുകര കാണില്ല. ആ പാലത്തിലൂടെയുള്ള യാത്രകൾ, താഴെ നിറഞ്ഞൊഴുകുന്ന കോസി നദി, ബീഹാറിനെ ഇങ്ങനെ പകുത്തുകൊണ്ടൊഴുകി പോകുന്ന ഗംഗയുടെ ഭാഗത്ത് പല ഭാഗത്തും, അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ സ്ഥലത്ത് പോകാൻ പറ്റി. ഗയയിൽ താഴെ ദക്ഷിണ ബീഹാറിൽ ഗയ, ബോധഗയയിൽ പോയി ശ്രീബുദ്ധൻ്റെ ഓർമ്മകൾ ഉള്ള സ്ഥലം, അവിടെ പോയി ഗയയിൽ പോയി മടങ്ങി വരുന്നത്. ആ ഗയ എനിക്ക് തോന്നുന്നു ഗയ ജഹാനാബാദ് ഏരിയ എന്ന് തോന്നുന്നു. അവിടെയാണ് ഈ ജാർഖണ്ഡ് ബോർഡറിലാണ് ഏറ്റവും കൂടുതൽ നക്സൽ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലം. അവിടെ നിന്നൊക്കെ മടങ്ങി വരുന്നത് പാതിരാത്രിയാണ്. ഇരുട്ട് മാത്രം, കാറിൻ്റെ ഹെഡ്ലൈറ്റ് മാത്രമാണ് മുമ്പിലുള്ള വെളിച്ചം. ആ ഹെഡ്ലൈറ്റും ചുറ്റും ഇരുട്ടും. കാറിൽ ഞങ്ങൾ 3 പേര്, പിന്നെ ഡ്രൈവറും ടാക്സി കാർ. അപ്പോൾ അവർ എന്നോട് പറയും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നക്സൽ ബാധിത പ്രദേശം എന്ന് പറയുമ്പോൾ ഈശ്വര നമ്മളെങ്ങനെ അവർ തട്ടിക്കൊണ്ട് പോയാലോ എന്ന് ഓർത്ത് പേടിച്ചറണ്ട യാത്രകൾ. പിന്നീട് പാട്നയിൽ എത്തിക്കഴിയുമ്പോഴാണ് ശ്വാസം നേരെ വീഴുക. അപ്പോൾ അങ്ങനെ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ. പിന്നെ എല്ലാ ദിവസവും ഡ്യൂട്ടി കഴിഞ്ഞാൽ കട്ട് ഓഫ് ഉണ്ട്. ഒരു 6 മണിക്ക് സ്റ്റോറി അയക്കുന്നു. അന്ന് എനിക്ക് തോന്നുന്നു അന്ന് ഈ പറയുന്ന പോലെ ഇൻ്റർനെറ്റും ലാപ്ടോപ്പും അങ്ങനെ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. കാരണം അന്നും ഫാക്സ് ചെയ്യുന്നു. അതയച്ച് അന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ലോക്കൽ മാർക്കറ്റുകളിലേക്കുള്ള സഞ്ചാരം. അവിടെ പോയി ഈ ഹോൾസെയിലായിട്ടാണ് മീൻ മേടിക്കുന്നത്. റോഹു എന്ന് പറയുന്ന ഫ്രഷ് വാട്ടർ ഫിഷ് ബീഹാറിൽ സുലഭമാണ്. ഈ റോഹു ഒക്കെ ഹോൾസെയിലായിട്ട് മേടിച്ച് അത് ഒരു ധാബയിൽ, റോഡ് സൈഡ് ധാബയിൽ കൊണ്ട് കൊടുത്താൽ അവരത് ഫ്രൈ ചെയ്ത് തരും, അല്ലെങ്കിൽ കറിയാക്കി തരും. പിന്നെ അതിൻ്റെ കൂടെ റൊട്ടി ഉണ്ടാക്കി തരും, ദാൽ. അത് ധാബയിലിരുന്ന്, ആ കട്ടിലിൻ്റെ മുകളിലിരുന്ന്, ധാബയുടെ ആ പുറത്തിരുന്ന് റോഡ് സൈഡിലിരുന്ന് അത് കഴിക്കുക. ആ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചർച്ച, ഇലക്ഷനും രാഷ്ട്രീയവും തന്നെയാണ്. ഇതൊക്കെ ബീഹാറിൽ മാത്രം ഞാൻ അനുഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സാധാരണ ജീവിതത്തിൻ്റെ ഒരു സ്പൈസ് എന്ന് പറയുന്ന, സുഗന്ധം എന്ന് പറയുന്ന ഇത്തരം കാര്യങ്ങളാണ്. അന്നാണ് 2004 മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ ആദ്യത്തെ UPA സർക്കാർ അധികാരത്തിൽ വരുന്നത്. ആ 2004 ഇലക്ഷൻ ജയിച്ചുകൊണ്ടാണ്. അപ്പം അന്ന് ആ ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്തതിനിടയിൽ എനിക്ക് തോന്നുന്നു നോർത്തേൺ ബീഹാറിൽ, ആ നേപ്പാൾ ബോർഡറിലേക്ക് ഉള്ള ബീഹാറിൽ ദർഭംഗ ജില്ലയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെയുള്ളൊരു ഗ്രാമത്തെക്കുറിച്ചുള്ള ഒരു വാർത്ത. ആ ഗ്രാമത്തിൽ ഒരു പറ്റം, ഒരു വില്ലേജാണ്. അവിടെ ഒരുപാട്, ഒരു 10,500 ഗ്രാമവാസികളുണ്ട്. അവർ ജീവിതത്തിൽ ഇന്നേ വരെ ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നടന്ന ഒരു ജനാധിപത്യ തെരഞ്ഞെടുപ്പിലും അവർക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം അവർക്ക് വോട്ട് എന്താണെന്ന് അറിയില്ല. കാരണം വോട്ട് ചെയ്യാൻ ഇലക്ഷൻ നടക്കുന്നു എന്ന് പോലും അറിയില്ല. കാരണം ഇലക്ഷൻ നടക്കുന്ന ദിവസം അവരൊരു അപ്രഖ്യാപിത വിലക്കിൻ്റെ ഉള്ളിലാണ്, ഒരു ബാനിലാണ്, പുറത്ത് കടക്കാൻ പാടില്ല എന്നുള്ളത്. അതറിയാമല്ലോ എന്താണ് കാരണമെന്ന്. അത് ചില ആളുകളാൽ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ഇങ്ങനെയുള്ള അനുഭവങ്ങളുള്ള കുറേ സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ട്. പക്ഷേ അത് നേരിട്ട് കണ്ടത് ബീഹാറിലെ ഒരു സ്ഥലത്താണ്. ആ വില്ലേജിൽ പോയി എന്തുകൊണ്ടാണ് അവർ വോട്ട് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് നിങ്ങൾ അറിയാതെ പോകുന്നത്? ജനാധിപത്യ ഇന്ത്യയിൽ ഇപ്പോഴും ഇങ്ങനെയുള്ള ആളുകളും ഇങ്ങനെയുള്ള വില്ലേജുകളും ഇതേവരെ വോട്ട് ചെയ്യാത്ത ആളുകൾ ഉണ്ട് എന്ന് പറയുന്നത് ഈ നൂറ്റാണ്ടിൽ നമുക്ക് അത്ഭുതമാണ്. ആ സ്റ്റോറിക്കാണ് 2004 ആ സ്റ്റോറി വരുന്നു. ഇലക്ഷൻ്റെ സമയത്ത് ആ സ്റ്റോറി വരുന്നു. ആ വാർത്തയ്ക്ക്, ആ ഫീച്ചറിന് 2005 തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ ഏറ്റവും മികച്ച പൊളിറ്റിക്കൽ റിപ്പോർട്ടിങ്ങിനുള്ള, രാഷ്ട്രീയകാര്യ റിപ്പോർട്ടിങ്ങിനുള്ള പുരസ്കാരം കൂടി എനിക്ക് കിട്ടിയെന്ന് പറയുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ വല്ലപ്പോഴുമേ നമ്മൾ ട്രാക്കിന് പുറത്ത് ഒന്ന് ട്രാക്ക് മാറി സഞ്ചരിച്ചിട്ടുള്ളൂ. അത്തരം ട്രാക്ക് മാറി സഞ്ചരിച്ചപ്പോഴുള്ള യാത്രാ അനുഭവവും അതിൻ്റെ മൊത്തം എക്സ്പീരിയൻസും അൺഫോർഗറ്റബിളാണ്. ഫുട്ബോളിൻ്റെ യാത്രകളാണെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനൊരു 10,000 കാര്യങ്ങളുണ്ട്. നമുക്ക് നാഷണൽ ലെവലിൽ നിന്ന് തുടങ്ങാം. നമ്മളെല്ലാവരും താഴെ നിലയിൽ നിന്നും പന്ത് കളി കണ്ട്, എഴുതി പറഞ്ഞ് വളർന്നവരാണ്. സന്തോഷ് ട്രോഫി, ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പായ സന്തോഷ് ട്രോഫി 11 വട്ടം എൻ്റെ പത്രത്തിന് വേണ്ടി നേരിട്ട് പോയി കവർ ചെയ്യാൻ, റിപ്പോർട്ട് ചെയ്യാൻ ഭാഗ്യം കിട്ടുകയും അവസരം കിട്ടുകയും ചെയ്ത ആളാണ് ഞാൻ. അതിനൊക്കെ ഞാൻ ദൈവത്തോടും എന്നെ പിന്തുണച്ച എൻ്റെ എല്ലാ സീനിയേഴ്സിനോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി പറയുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. കാരണം അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ ഞാൻ എങ്ങനെ എത്തി എന്ന് ചോദിച്ചാൽ അതിനൊക്കെയുള്ള മറുപടിയാണ് ആ കഴിഞ്ഞ കാലവും ആ യാത്രകളും. ഞാൻ ജീവിതത്തിൽ ആദ്യമായി വിമാനത്തിൽ കയറുന്നത് ഒരു സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റ് റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴാണ്.
2001 സന്തോഷ് ട്രോഫി നടക്കുന്നത് മണിപ്പൂരിലെ ഇംഫാലിലാണ്. ആ സന്തോഷ് ട്രോഫി റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ മാതൃഭൂമിക്ക് വേണ്ടി പോയപ്പോൾ കൊൽക്കത്തയിൽ നിന്നും ഇംഫാലിലേക്ക് അങ്ങോട്ട് പോയപ്പോൾ കൊൽക്കത്ത ഇംഫാൽ, ഇങ്ങോട്ട് വരുമ്പോൾ ഇംഫാൽ കൊൽക്കത്ത, കൊച്ചി കൊൽക്കത്ത ട്രെയിനാണ്, കൊൽക്കത്ത കൊച്ചിയും ട്രെയിനാണ്. ആ കൊൽക്കത്ത ഇംഫാൽ, ഇംഫാൽ കൊൽക്കത്ത ആദ്യത്തെ വിമാനയാത്ര. എന്നോടൊപ്പം അന്ന് ഫോട്ടോഗ്രാഫർ KK സന്തോഷാണ് ഉണ്ടായിരുന്നത്. ആ യാത്രയുടെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ വിമാനയാത്രയാണ്. വിമാനം പൊങ്ങുമ്പോൾ എനിക്ക് ചെവിടുവേദന വരുന്നു. അപ്പോഴാണ് ഈ വിമാനത്തിൽ ഈ പ്രഷർ ഡിഫറൻസ് കൊണ്ട് വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെവിടുവേദന വരുമെന്നും അതിന് എന്ത് ചെയ്യണം, അതിന് കുറച്ച് കോട്ടൺ തിരികണമെന്നുള്ള ആദ്യകാല യാത്രാനുഭവം ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മയിലേക്ക് ആദ്യം വരുന്നത് അസഹനീയമായ ആ ചെവിടുവേദനയാണ്. സന്തോഷ് ട്രോഫിയുമായിട്ട് പറയാനുള്ള അങ്ങനെ ഇഷ്ടം പോലെ അനുഭവമാണ്. 2004 കേരളം വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി വീണ്ടും സന്തോഷ് ട്രോഫി ജയിക്കുന്നത് 2004 ന്യൂഡൽഹി സന്തോഷ് ട്രോഫി. അന്ന് നിഴല് പോലെ സന്തോഷ് ട്രോഫി ടീമിൻ്റെ നിഴല് പോലെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അന്നത്തെ ടെക്നിക്കൽ ഡയറക്ടർ CC ജേക്കബ് സാറ് അന്ന് എല്ലാവരോടും പറയും, ഞങ്ങൾ 20 അംഗ ടീമാണ്, ഇവൻ 21ാമൻ എന്നാണ് എന്നെ പരിചയപ്പെടുത്തുക. അപ്പം അന്ന് ഈ സന്തോഷ് ട്രോഫി ടീം താമസിക്കുന്നത് കേരള ഹൗസിലാണ്. ഞാൻ പുറത്ത് വേറെ സ്ഥലത്താണ് താമസിക്കുമെങ്കിലും ഞാൻ ഫുൾ ടൈം കേരള ഹൗസിലാണ്, കാരണം ടീം അവിടെയാണല്ലോ. അപ്പോൾ ടീം അംഗങ്ങൾ, കോച്ച് പീതാംബരേട്ടൻ, CC ജേക്കബ് സാർ, ടെക്നിക്കൽ ഡയറക്ടർ, കോച്ച്, എല്ലാവരും കൂടി നമ്മളൊരു ഹാപ്പി മൂഡാണ്, അടിപൊളി മൂഡാണ് അവിടെ. ഇഗ്നേഷ്യസ് ക്യാപ്റ്റൻ, എല്ലാവരും കൂടെ രസകരമായൊരു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അതുകൊണ്ട് തന്നെ കേരളം സന്തോഷ് ട്രോഫി ജയിച്ച്, കേരളം ജയിക്കുന്നു, ആഘോഷിക്കുന്നു എല്ലാവരും. പിന്നെ അങ്ങോട്ട് പിന്നെ ഒരു ഉത്സവമാണ്. അപ്പോൾ പിന്നെ റിപ്പോർട്ട് ചെയ്യണം, വാർത്ത അയക്കണം, സ്റ്റോറി അയക്കണം, ഓഫീസിൽ പോയി വാർത്തയും പടങ്ങളും അയക്കണം. അപ്പോൾ അതൊക്കെ ചെയ്തു. അപ്പം ജേക്കബ് സാർ വിളിച്ചിട്ട് പറഞ്ഞു, കളി ഇന്ന് കേരളം ജയിക്കുന്നു, നാളെ രാവിലെ ഏർലി മോർണിംഗ് 6:30 ആകുമ്പോഴേക്കും വരണം. 6:30 നമുക്ക് പ്രൈം മിനിസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ടീമിൻ്റെ ഒപ്പം ടീമിനെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. പ്രൈം മിനിസ്റ്ററൊപ്പം ഫോട്ടോ എടുക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഗോൾഡൻ ചാൻസ്. അപ്പം ഒരാൾ നീയാണ്, നേരത്തെ പറഞ്ഞാൽ 21ാമൻ നീയാണെന്നാണ് ജേക്കബ് സാർ എപ്പോഴും പറയുക. അപ്പോൾ ഓക്കെ, അങ്ങനെ ഞാൻ എൻ്റെ മുറിയിലേക്ക് പോകുന്നു. സംഭവിച്ചത്, ഞാൻ എൻ്റെ മുറിയിൽ കിടന്ന് ആ അന്നത്തെ ക്ഷീണവും അന്നത്തെ ആഘോഷവും കളിയുടെ ഫൈനൽ റിപ്പോർട്ടിങ് ക്ഷീണവും കണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. ടീം പ്രൈം മിനിസ്റ്ററെ കാണാൻ പോയി, പ്രൈം മിനിസ്റ്ററൊപ്പം ഫോട്ടോ എടുത്ത്. അന്ന് എനിക്ക് നഷ്ടപ്പെട്ടത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു മൊമെൻ്റാണ് ആ ഫോട്ടോ. എൻ്റെ ബാക്കി അന്ന് ടീമിൻ്റെ ഒപ്പം പോയ എല്ലാവരുടെ കൂടെയും ആ ഫോട്ടോ ഉണ്ട്, എൻ്റെ കൂടെ മാത്രം ആ ഫോട്ടോ ഇല്ല. അന്നത്തെ ഫുൾ ടീം, കേരളത്തിൻ്റെ സന്തോഷ് ട്രോഫി ഫുൾ സ്ക്വാഡ് വിത്ത് എല്ലാ ടീം മെമ്പേഴ്സും ഒഫീഷ്യൽസും എല്ലാവരും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ ഒപ്പം ഇരിക്കുന്ന ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ ഒരു പക്ഷേ ഉണ്ടാവേണ്ടിയിരുന്നത് ഞാനാണ്. പക്ഷേ ഞാൻ എൻ്റെ റൂമിൽ കിടന്ന് ഉറങ്ങിയത് കൊണ്ട് ആ ഗോൾഡൻ ചാൻസ് പോയി. സന്തോഷ് ട്രോഫി ജയിച്ചതിന് ശേഷം സന്തോഷ് ട്രോഫിയുമായി മംഗള എക്സ്പ്രസ്സിൽ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള ഒരു രാജകീയമായ വരവുണ്ട്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അതായത് ബോംബെ, അത് മഹാരാഷ്ട്ര കയറി പിന്നെ മലയാളികൾ കൂടുതലുള്ള എല്ലാ സ്ഥലത്തും സ്റ്റേഷനിൽ വൻ വരവേൽപ്പാണ്. സന്തോഷ് ട്രോഫിയുമായി പോകുന്ന ടീമിന് വരവേൽപ്പും. അപ്പോൾ എനിക്ക് തോന്നുന്നു S4 കമ്പാർട്ട്മെൻറ്റാണ് തോന്നുന്നത്. തിരിച്ചു വരുമ്പോൾ അത് ഫുൾ പൂവാണ്. കാരണം ഓരോ സ്ഥലത്തും ഇങ്ങനെ പുഷ്പം, പൂക്കൾ ഇടുന്നു, മാലയിടുന്നു, പൂവിടുന്നു, ഫുൾ പൂ മൂടി കിടക്കുകയാണ് ആ ഒരു കമ്പാർട്ട്മെൻറ്റ് മുഴുവൻ. അങ്ങനെ ആ വണ്ടി കേരളത്തിൽ കയറി കഴിഞ്ഞാൽ പറയണല്ലോ, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, ഇങ്ങനെ സ്വീകരണം കിട്ടി തൃശ്ശൂർ, എറണാകുളത്ത് വന്ന് വണ്ടി നിൽക്കുമ്പോൾ ഒരു ഭയങ്കരമായ പുഷ്പാലങ്കൃതമായ ഒരു ട്രെയിൻ കമ്പാർട്ട്മെൻറ്റ് എന്ന് തന്നെ പറയാം. അവസാനം സന്തോഷ് ട്രോഫി എറണാകുളത്ത് വരുമ്പോൾ അങ്ങനെ സന്തോഷ് ട്രോഫി റിപ്പോർട്ട് ചെയ്യാൻ പോയി. സന്തോഷ് ട്രോഫിയുമായി കേരളത്തിലേക്ക് മടങ്ങി വരാനുള്ള ഒരു ഭാഗ്യയാത്രയും എൻ്റെ സന്തോഷ് ട്രോഫി ഓർമ്മകളുടെ ഭാഗമാണ്. അതൊന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ജീവിതം എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ആവറേജ്, ഒരു മനുഷ്യൻ്റെ ശരാശരി ജീവിതം, ശരാശരി ജീവിതം ഒരു 70-75 വയസ്സ് അല്ലേ, 70-75 വയസ്സായിരിക്കും ശരാശരി ആയുർദൈർഘ്യം. എൻ്റെ ഒരു അറിവാണ്, എൻ്റെ പരിമിതമായ അറിവാണ് പറയുന്നത്. ഈ 70 കൂട്ടുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 24,000-നും 25,000-നും ഇടയിൽ ദിവസങ്ങൾ, ഇതാണ് മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 24,000 ദിവസങ്ങളുടെ യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഈ 24,000 ദിവസത്തിനിടയിൽ നമ്മൾ അന്താരാഷ്ട്ര യാത്രകൾ നടത്തിയിട്ടുണ്ടാകും, ദേശീയ യാത്രകൾ നടത്തിയിട്ടുണ്ടാകും. എന്തിന് ചോട്ട നമ്മൾ ഈ ഗ്രാമത്തിലും തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് നമ്മുടെ ഒരു ബന്ധുവീട്ടിൽ പോയിട്ടുണ്ടാകും. അങ്ങനെ ചേർത്ത് വെക്കുന്ന ഒരുപാട് വലുതും ചെറുതുമായ അനേകായിരം യാത്രകളുടെ 24,000 ദിവസത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സോ ആ ഒരു ജീവിതയാത്രയെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരിടമാണ് കൊച്ചിയിലെ കലൂരിലെ
ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയം. ഞാൻ ഏറ്റവും കൂടുതൽ ഔദ്യോഗികമായിട്ടും അല്ലാതെയും നിങ്ങൾ എന്നോട് ഏറ്റവും കൂടുതൽ യാത്ര പോയ ഇടം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരുപക്ഷെ ചൂണ്ടിക്കാണിക്കുക, തൊട്ട് കാണിക്കുക കൊച്ചിയിലെ കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം ആയിരിക്കും. ഒരുപാട് റോളുകളിൽ, ഒരുപാട് വേഷങ്ങളിൽ, ഒരുപാട് രൂപങ്ങളിൽ ഞാൻ ഏറ്റവും അധികം ദിവസം യാത്ര ചെയ്തിട്ടുള്ളതും കണ്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതും ആസ്വദിച്ചിട്ടുള്ളതുമായ സ്ഥലം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ പറയും, ദാറ്റ് ഈസ് ദ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം, കലൂർ, കൊച്ചി. അതുതന്നെയാണ് ഞാൻ എപ്പോഴും എൻ്റെ ISL കമൻട്രികളിൽ ഞാൻ എല്ലാ പ്രേക്ഷകരെയും ഓരോ ദിവസവും കൊച്ചിയിൽ നടക്കുന്ന മത്സരത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുമ്പോൾ ഞാൻ അങ്ങോട്ട് നടത്തും, ഞാൻ യാത്ര ചെയ്യുന്നു, നിങ്ങളെയും കൂടെ ഈ യാത്രയിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നു എന്ന ആവേശത്തോടെ ഞാൻ പറയുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം കലൂർ കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തെ ഞാൻ ഇപ്പോഴും എൻ്റെ വീട് കഴിഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ വീട് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ സംശയമില്ലാതെ പറയും അത് കൊച്ചി രാജ്യാന്തര സ്റ്റേഡിയമാണെന്ന്. ഇനി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ താമസിക്കുന്ന ഇടവും എൻ്റെ വീടും കൊച്ചി സ്റ്റേഡിയവും തമ്മിലുള്ള ദൂരം കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. കഷ്ടി 1 കിലോമീറ്റർ, 500 മീറ്റർ മുതൽ കഷ്ടി 1 കിലോമീറ്ററിനുള്ളിലാണ് ഞാൻ താമസിക്കുന്ന ഇടം, എൻ്റെ വസതി. അപ്പോൾ ഇപ്പോൾ ഞാൻ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ്. അപ്പോൾ ദൂരമല്ല യാത്രകളെ ആസ്വാദ്യകരമാക്കുന്നതും നമ്മുടെ യാത്രകളെ അവിസ്മരണീയമാക്കുന്നതും ദൂരമാണോ? അല്ലെന്ന് ഞാൻ പറയും, അനുഭവങ്ങളാണ്. നമ്മൾ ഒരിക്കലും മറക്കാത്ത, നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന വികാരഭരിതമായ, നമ്മളെ വികാരഭരിതരാക്കുന്ന അനുഭവങ്ങളാണ്, ദൂരമല്ല യാത്രകളെ മഹത്തരമാക്കുന്നത്.